اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ സമാധാനം നൽകുന്ന ഒന്നാണ് ജീവിതത്തിൽ അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അള്ളാഹുവിങ്കലേക്ക് പ്രാർത്ഥനയോടുകൂടി അർപ്പിക്കുക എന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം നമ്മുടെ മരണത്തെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ മരണത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു സംതൃപ്തകരമായ ഒരവസ്ഥ, ആ അവസ്ഥ കൈവരണമെങ്കിൽ കേവലം ആരാധനകൾ മാത്രം നാം നടത്തിയതുകൊണ്ട് അത് കൈവന്നുകൊള്ളണമെന്നില്ല. അതിലുപരിയായിക്കൊണ്ട് ഒന്നുകൂടി ജീവിതത്തെക്കുറിച്ച് ഒരു സംതൃപ്തിയും സമാധാനവും ഒക്കെ ഉണ്ടായിത്തീരാൻ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാകാൻ, പരലോകത്ത് സ്വർഗം ലഭിക്കണമെന്ന ആവശ്യം അള്ളാഹുവിനോട് ഉന്നയിക്കുന്നവരാകാൻ നമുക്ക് സാധിക്കുമ്പോൾ ഒന്നുകൂടി ഒരു ഖനാഅത്തുൽ ഖൽബ്, ഒരു ആത്മസംതൃപ്തി നമുക്കുണ്ടാകും. അതുപോലെ തന്നെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും സമാധാനം നൽകുന്ന ഒന്നാണ് പ്രാർത്ഥന. വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന കുറെ നല്ല മനുഷ്യന്മാരും അവരോടൊക്കെ 5, 10, 15 വർഷമൊക്കെ ആയിട്ടും മക്കളില്ലാത്ത അവരോട് സംസാരിക്കുമ്പോൾ അയാളൊരു വിശ്വാസിയാണെങ്കിൽ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുക സംതൃപ്തകരമായ ഒരു ഉത്തരമായിരിക്കും. കാരണം ആ മനുഷ്യൻ മക്കൾ ഉണ്ടാകാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. ജീവിതത്തിൽ രോഗാതുരമായ കഠിനമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യൻ, ഒരുപക്ഷെ രോഗത്തിന്റെ തുടക്ക കാലങ്ങളിലൊക്കെ ഒന്ന് പതറുകയും ഒന്ന് പ്രയാസപ്പെടുകയും ഒന്ന് പേടിക്കുകയും ഒക്കെ ചെയ്താലും കുറച്ചൊക്കെ അങ്ങ് കഴിഞ്ഞ് പിന്നെ അങ്ങനെയുള്ള മനുഷ്യരോട് നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ സംസാരം നാം ശ്രവിക്കുമ്പോൾ ഒരു മനസ്സമാധാനമുള്ള ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യനെ എത്തിക്കുന്നത് പ്രാർത്ഥനയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയാൽ നമുക്ക് ആശ്വാസം നൽകുന്ന ഒന്നെന്താണ്? നമുക്കൊരു മനസ്സമാധാനം നൽകുന്ന ഒന്നാണ്. അത് ആ മരണപ്പെട്ടവരുടെ ഖബറിനടുത്തു പോയി നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ ഇടയിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാവിന്, നമ്മുടെ പിതാവിന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. അപ്പോൾ പ്രാർത്ഥന എന്നത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ
അവന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. പ്രാർത്ഥന എന്നത് അങ്ങനെയാണ്. പ്രാർത്ഥനയില്ലാതെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അതാണ് ഖുർആൻ പറഞ്ഞത്, അലാ ബിദിക്രില്ല, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുക, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക, തത്മഇന്നുൽ ഖുലൂബ്, അത് നിങ്ങളുടെ ഹൃദയത്തിന് ഒരു സമാധാനവും ഒരു തണുപ്പും ഒരു ശാന്തതയും ഒക്കെ നൽകും. എന്തൊരു പ്രയാസമുണ്ടായാലും എന്തൊരു പ്രതിസന്ധി ഉണ്ടായാലും റബ്ബുണ്ടല്ലോ, പരലോകമുണ്ടല്ലോ, പരലോകത്ത് സ്വർഗമുണ്ടല്ലോ, ചില കാര്യങ്ങൾക്കൊക്കെ നരകവും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഒരു സമാധാനം ഉണ്ടാകും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നത്, വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക, അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ശാന്തതയും തണുപ്പും നൽകുമെന്ന് ഖുർആൻ പറയുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാറുണ്ട്, യാ ബിലാൽ അഖിമിസ് സ്വലാത്ത് അരിഹ്നാ ബിഹാ, ബിലാലെ നീ ഇഖാമത്ത് കൊടുത്തു, നമുക്ക് നമസ്കരിക്കാം, അതായത് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമസ്കാരം എന്നുള്ളത് ഒരു പ്രാർത്ഥനയാണ്, അത് വെറുതെ നമ്മൾ കഴിച്ചു കൂട്ടുന്ന ഒന്നല്ല. നമുക്ക് നമസ്കരിക്കാം. എന്തിനാണ്? അരിഹ്നാ ബിഹാ, ആ നമസ്കാരം കൊണ്ട് നമുക്കൊരു ആശ്വാസം ഉണ്ടാകട്ടെ, ഒരു റാഹത്ത് ഉണ്ടാകട്ടെ എന്നതാണ്. പ്രാർത്ഥനയുടെ ഏറ്റവും മൂർത്തമായ രൂപമാണ് നമസ്കാരം എന്നുള്ളത്. നമസ്കാരം കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ശരിക്കും മനസ്സമാധാനം കിട്ടും. നമ്മൾ അനുഭവിക്കുന്നതാണല്ലോ. ഒന്നിപ്പോ വെള്ളിയാഴ്ചയാണ്, നമ്മൾ ഇത്രയും സമയം ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിരിക്കുകയാണ്. നമ്മൾ എവിടെ ഇങ്ങനെ കേട്ടിരിക്കുന്ന ആളുകളല്ല, നമ്മൾ തിരിച്ചും പറയുന്ന ആളുകളാണ്. പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ ജുമാ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നമുക്കൊരു മനസ്സമാധാനം കിട്ടും. അതാണ് പ്രാർത്ഥന എന്ന്. അപ്പോൾ നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുന്നതല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരാളും വെറുതെ പ്രാർത്ഥിക്കുന്ന ആളുകളല്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്ക് മുൻപ് പറഞ്ഞല്ലോ, നമ്മൾ മനസ്സിൽ തട്ടി മനസ്സറിഞ്ഞ് എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ റബ്ബ് നൽകും എന്ന നല്ല ദൃഢനിശ്ചയത്തോടുകൂടി ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഒരിക്കലും വെറുതെയായി പോകുന്നില്ല. ഒരിക്കലും ഒരു പ്രാർത്ഥനയും റബ്ബേ എന്ന് വിളിച്ച്, അല്ലാ എന്ന് വിളിച്ച് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും വെറുതെയാകുന്നില്ല. ഒന്നും വെറുതെയാകുന്നില്ല, വെറുതെ ആയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യദ്ഉല്ലാഹ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതീഅതു റഹിമിൻ. ഒരു മുസ്ലിമായ മനുഷ്യൻ അദ്ദേഹം ഒരു പാപത്തിനു വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, അതല്ലെങ്കിൽ കുടുംബബന്ധം തെറ്റിക്കാനുള്ള പ്രാർത്ഥനയല്ല, അത് റബ്ബ് കേൾക്കൂല, അതിന് കുറ്റമാണ് ഉണ്ടാകുക. ഒരാളൊരു പാപം ചെയ്യാൻ, ഒരു തെറ്റ് ചെയ്യാൻ, ഒരു ഹറാമായ ഒരു വിചാരം പൂർത്തീകരിക്കാൻ, പടച്ചോനെ എനിക്ക് അതൊന്ന് കഴിയണം റബ്ബേ, അങ്ങനെ പ്രാർത്ഥിക്കരുത്. അതുപോലെ തന്നെ കുടുംബബന്ധം തെറ്റിക്കാൻ, പടച്ചോനെ ഇനി ആ വീട്ടിക്കാണ് കടന്നു ചെല്ലാനുള്ള ഒരു ഗതി എനിക്ക് നീ വരുത്തരുത് റബ്ബേ എന്ന് നമ്മള് ഒരു ബന്ധം തെറ്റിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണോ പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ ഒരാളോട് തെറ്റിയിട്ടും പിണങ്ങിയിട്ടും നമ്മ പടച്ചോൻ രക്ഷപ്പെടുത്തുക, അങ്ങനെ ഒന്നില്ല. ഇനി അയാളോട്, അല്ലെങ്കിൽ എന്റെ സഹോദരനോട്, സഹോദരിയോട്, ഭാര്യയോട്, ഭാര്യയുടെ പിതാവിനോട്, അയൽവാസിയോട്, അയാളോട് മിണ്ടേണ്ട ഒരു ഗതി പടച്ചോനെ എനിക്ക് ഉണ്ടാക്കരുത്, പറ്റൂല. എല്ലാരോടും മിണ്ടിയിട്ടും പറഞ്ഞിട്ടും സംസാരിച്ചിട്ടും ഒക്കെയാണ് പോകേണ്ടത്. പിന്നെയോ പടച്ചോനെ ഇനി ഞാൻ അയാളോട് മിണ്ടുമ്പോ, അയാളോട് സംസാരിക്കുമ്പോ, അയാളോട് ബന്ധം ചാർത്തുമ്പോ അയാളുടെ സ്വഭാവം പടച്ചോനെ ഒന്ന് നന്നാക്കി കൊടുക്കണം റബ്ബേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അത് ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതാണ്, ഒരു പാപത്തിനു വേണ്ടിയല്ല, ബന്ധം തെറ്റിക്കാൻ വേണ്ടിയല്ല. അല്ലാതെയുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഇമ്മാ അൻ യുഅജ്ജില ലഹു ദഅവതഹു, ആ പ്രാർത്ഥന കൊന്നുകിൽ അല്ലാഹു വളരെ പെട്ടെന്ന് ഉത്തരം നൽകും. പെട്ടെന്ന് യുഅജ്ജില ലഹു ദഅവതഹു, പെട്ടെന്ന് അല്ലാഹു ഉത്തരം നൽകും. അപ്പൊ അങ്ങനെ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളുണ്ട്. വ ഇമ്മാ, അല്ലെങ്കിലോ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, എല്ലാ പ്രാർത്ഥനയും അള്ളാഹു ഒരു ദുഖറായി, ഒരു നിധിയായി, ഒരു കെൻസായി, ഒരു ശേഖരമായി പരലോകത്തേക്ക് മാറ്റി വെക്കും. ഒന്നും ഇവിടുന്ന് കിട്ടൂല. പക്ഷെ ഇതായിരിക്കും അവിടെ എത്തിയാൽ മറ്റുള്ളവർക്ക് പോലും പ്രിയപ്പെട്ടത്. പടച്ചോനെ എന്തിനാണ് അവിടുന്ന് തന്നത് എന്ന ആളുകൾ ചോദിക്കും. ഇത്
ഇത് മതിയായിരുന്നല്ലോ, ഇവിടുന്ന് മതിയായിരുന്നല്ലോ. അങ്ങനെ ഒരു ശേഖരമാക്കി ഓരോ പ്രാർത്ഥനയും ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് പോകാനുള്ള കാരണമാക്കി അള്ളാഹു മാറ്റിവെക്കും. അപ്പൊ ഏതെങ്കിലും പ്രാർത്ഥന വെറുതെ ആയിട്ടുണ്ടോ? ഇല്ല. വ ഇമ്മ അല്ലെങ്കിൽ അൻ യസ്രിഫ അൻഹു മിൻ സൂഇ മിത്ലഹാ, ആ മനുഷ്യന് അള്ളാഹു വിധിച്ചു വച്ച പല വിധികളും ഉണ്ടാകും. അയാളുടെ ജീവിതത്തിലെ രോഗം, അപകടം, പ്രയാസങ്ങൾ, വളരെ പെട്ടെന്നുള്ള കുടുംബത്തിലെ മരണങ്ങൾ, ഇതൊക്കെ ഒരു മനുഷ്യന് പരീക്ഷണമായ, മോശകരമായ, ദോഷകരമായ ചില കാര്യങ്ങൾ ഉണ്ടാവും. അത് അള്ളാഹു കൊണ്ട് ഒഴിവാക്കി കൊടുക്കും. ചോദിച്ച കിട്ടൂല, പക്ഷെ അതിന് പകരമായി ഇത് ഒഴിവാക്കി കൊടുക്കും. പക്ഷെ അയാൾക്കത് അറിഞ്ഞാലോ, ഇത് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത് കിട്ടിയത് എന്നറിഞ്ഞാല് ആ പ്രാർത്ഥിച്ചത് കിട്ടാന്ന് നന്നായി, ഇതന്നെയാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ പറയും. അപ്പൊ പ്രാർത്ഥന എന്ന ഒരു സംസ്കാരം, ഒരു സ്വഭാവം, റബ്ബിനോട് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി കാര്യങ്ങൾ പറയുക എന്നത് വെറുതെയാകുന്നില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കാത്ത ആളുകളാകും? ഇല്ലല്ലോ, നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ പറഞ്ഞതാണല്ലോ, നമ്മൾ പ്രത്യേകിച്ച് സുബഹി നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കും. കാരണം ഒരു ദിവസം തുടങ്ങുകയാണല്ലോ, നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ റബ്ബിനോട് പറയും. ഒന്നുകിൽ റബ്ബ് ഇവിടുന്ന് തരും, അല്ലെങ്കിൽ റബ്ബ് ഒന്നും തരൂല. അത് നാളെ പരലോകത്തേക്ക് ഒരു നിധിയായി, ഒരു ശേഖരമാക്കി അള്ളാഹു മാറ്റിവെക്കും. അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് വിധിച്ചു വെച്ച ചില തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു മാറ്റിവെക്കും. ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനകളിൽ ചില പ്രത്യേകമായ പ്രാർത്ഥനകൾ, ചില പ്രത്യേകമായ കാര്യങ്ങൾ അള്ളാഹു വളരെ പെട്ടെന്ന് സ്വീകരിക്കുന്ന പ്രാർത്ഥനകളാണ്. അതിലൊന്നാണ് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അപ്പൊ നമ്മൾ അതിൽ ആദ്യം ആലോചിക്കേണ്ട എന്താണെന്നറിയോ? നമുക്ക് വേണ്ടി ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള ആലോചിക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ. ചില ആളുകളൊക്കെ പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ട്ടോ, അൽഹംദുലില്ലാ, ജസാക്കല്ലാഹു ഖൈർ, നല്ല കാര്യമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്? ഒരു പക്ഷേ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടാവും. ചില സന്ദർഭങ്ങളിലൊക്കെ, ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അയാളത് അറിയല്ല, ആ മനുഷ്യനത് അറിയല്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയിൽ ആരുണ്ട്? അയാളുണ്ട്. അത് നമ്മുടെ സുഹൃത്താകാം, നമ്മുടെ സഹോദരന്മാരാകാം, നമ്മുടെ അയൽവാസിയാകാം, നമ്മുടെ അടുത്ത ബന്ധുക്കളാകാം, ആരോ ആകാം. നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനക്ക് അള്ളാഹു വളരെ പെട്ടെന്ന് ഉത്തരം നൽകുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ദഅവത്തുൽ മർഇൽ മുസ്ലിം ലി അഖീഹി ബിളഹിരിൽ ഗൈബി മുസ്തജാബതൻ, ഒരാളുടെ അസാന്നിധ്യത്തിൽ ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മുസ്തജാബതൻ, വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണ്. عند رأسه ملك مؤكل كلما دعا لأخيه بخير قال الملك المؤكل به آمين ولك بمثل. നമ്മൾ ഓരോ പ്രാവശ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ ശിരസിന്റെ ഭാഗത്ത് ഏർപ്പെടുത്തപ്പെട്ട ഒരു മാലാഖയുണ്ട്. ആ മാലാഖ ഓരോ സമയത്തും നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരാൾ നമുക്ക് വേണ്ടി എന്താണോ പ്രാർത്ഥിക്കുന്നത്, ആ സമയത്തൊക്കെ മലക്ക് പറയും ആമീൻ, പടച്ചവനെ ഈ പ്രാർത്ഥനക്ക് നീ ഉത്തരം നൽകണം റബ്ബേ. അവിടെ അവസാനിച്ചില്ല, വലക്ക ബിമിത്ലി, ഈ പ്രാർത്ഥിച്ചയാൾക്കും അതുപോലെയുള്ളത് നൽകണം റബ്ബേ. നമ്മള് നമ്മുടെ ഒരു സഹോദരന് വേണ്ടി, സുഹൃത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പടച്ചോനെ അയാളുടെ കച്ചവടം, അയാളുടെ ബിസിനസ്, പടച്ചോനെ അതിൽ നീ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണം റബ്ബേ എന്നൊരു കച്ചവടക്കാരൻ വേറൊരു കച്ചവടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ എത്രത്തോളം ഇയാളുടെ മനസ്സ് വിശാലമാകണമെന്ന് ആലോചിച്ചു നോക്കൂ. കാരണം അയാളോട് കുശുമ്പില്ല, ഒരു അസൂയില്ല, ഒരു ദേഷ്യമല്ല. പക്ഷെ നമ്മൾ അയാൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ അള്ളാന്റെ മലക്ക് ആമീൻ എന്ന് പറയും. എന്ന് മാത്രല്ല, മലക്ക് പറയും പടച്ചവനെ ഈ പ്രാർത്ഥിച്ചയാൾക്കും ഇത് നീ നൽകണം റബ്ബേ. അപ്പൊ അതെന്തിനാന്നറിയോ? അത് മനുഷ്യ ജീവിതത്തിലെ ബന്ധങ്ങൾ കൂടി പ്രാർത്ഥനയിലൂടെ സുദൃഢമാകും എന്നതാണ്. സുദൃഢമാകും. നമ്മുടെ സുഹൃത്തിനു വേണ്ടി പടച്ചവനെ അവന്റെ കുടുംബ ജീവിതത്തിൽ നീ എല്ലാവിധ റഹ്മത്തും ബറക്കത്തും നൽകണം റബ്ബേ എന്ന് പ്രാർത്ഥിക്കും മലക്ക് ആമീൻ. പടച്ചവനെ ഇയാളുടെ കുടുംബ ജീവിതത്തിലും നീ ഖൈറും ബറക്കത്തും നൽകണം റബ്ബേ എന്നാണ്. അപ്പൊ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സുഹൃത്തുക്കൾ തമ്മിൽ അസൂയ ഉണ്ടാവില്ല. കാരണം എന്താ? അയാളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? ഇവന്റെ പ്രാർത്ഥന കൊണ്ടാണ്. പിന്നെ എങ്ങനെ അവൻ അസൂയ ഉണ്ടാകുക? അപ്പൊ പ്രാർത്ഥന എന്നത് ഒരു മനുഷ്യന്റെ മനസ്സിനെ
ശുദ്ധമാക്കുന്ന ഒന്നുകൂടിയാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ അസാന്നിധ്യത്തിൽ നമുക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ ചില ഗുണങ്ങൾ, ചില നന്മകൾ ഒക്കെ ഉണ്ടാകേണ്ടി വരും. ചില സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യേണ്ടി വരും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ഉംറക്ക് പോകുകയാണ്, ലാ തൻസനാ യാ ഉഖയ്യ മിൻ ദുആഇക്, എന്റെ പൊന്നു സഹോദര, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിന്റെ പ്രാർത്ഥനയിൽ നീ എന്നെ മറക്കരുത് കേട്ടോ. ആര്? അല്ലാഹുവിന്റെ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്. നമ്മളപ്പോ അതിനൊരു ഇടങ്ങാറൊന്നും വേണ്ട, ഞാനൊന്ന് ഉംറക്ക് പോകാണ്, ഞാനൊന്ന് ഹജ്ജിന് പോകാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകാണ്, ദുആ ചെയ്യണം കേട്ടോ, ആത്മാർത്ഥമായി. നമ്മളിപ്പോ ഒരു ഉംറക്കോ ഹജ്ജിനോ പോകുന്ന ഒരാൾക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കാന്ന് വിചാരിക്കാം. വെറുതെ പ്രാർത്ഥിക്കണം കേട്ടോ എന്നല്ല, കാര്യത്തില് നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. നിങ്ങൾ ആ തവാഫ് ഇങ്ങനെ ചെയ്യുമ്പോഴേ, സഈ ഇങ്ങനെ ചെയ്യുമ്പോഴേ, കുറെ ആളുകളെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ആ വരുന്ന കൂട്ടത്തിൽ എന്റെ പേരും കൂടിയും വരണട്ടോ, സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണട്ടോ. നമ്മളൊന്ന് മനസ്സിൽ തട്ടി അയാളോട് പറഞ്ഞാൽ അയാൾ മനസ്സിൽ തട്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന അള്ളാഹു വളരെ പെട്ടെന്ന് കേൾക്കുമെന്നതാണ്. അപ്പൊ വിശ്വാസികൾ തമ്മിലുള്ള അടുപ്പം ദൃഢീകരിക്കാൻ പ്രാർത്ഥന എന്നത് കാരണമായി തീരും എന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോ നമ്മുടെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വളരെ പെട്ടെന്ന് കേൾക്കും. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, മർദ്ദിതന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് കേൾക്കും. മർദ്ദിതൻ, സാമ്പത്തികമായി സ്വാധീനമില്ലാത്തവൻ, ശാരീരികമായി സ്വാധീനമില്ലാത്തവൻ, അധികാരപരമായി സ്വാധീനമില്ലാത്തവൻ, സമ്പത്തുകൊണ്ട്, അധികാരം കൊണ്ട്, ശരീരം കൊണ്ട്, രാഷ്ട്രങ്ങളുടെ മേൽക്കോയ്മ കൊണ്ട്, മനുഷ്യ മക്കൾക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിനു പോലും വിലങ്ങുതടിയായി നിൽക്കുന്ന സ്വേച്ഛാധിപതികൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന മർദ്ദിതന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ആ പ്രാർത്ഥന അല്ലാഹു കേൾക്കും. അതാണ് അത്. അന്താരാഷ്ട്ര തലം മുതൽ അടുക്കള വരെ ആ പ്രാർത്ഥന നമുക്കെതിരെ തിരിയുന്നതിനെ വിശ്വാസികൾ ഭയപ്പെടണം. നമ്മൾ ഭയപ്പെടണം. അത് കേവലം അന്താരാഷ്ട്ര തലങ്ങളിൽ ഉള്ള കാര്യം മാത്രമല്ല. നമ്മുടെ സ്വാധീനം കൊണ്ട് മറ്റൊരുത്തനെ അടിച്ചൊതുക്കുന്ന, മറ്റൊരുത്തന്റെ സമ്പത്ത് കവർന്നെടുക്കുന്ന, മറ്റൊരുത്തന്റെ അവകാശം അപഹരിക്കപ്പെടുന്ന അവസ്ഥയെ നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് അധികാരമുണ്ട്, അപ്പൊ വേറൊരുത്തൻ എന്തും ചെയ്യാനാ? വളരെ ആത്മാർത്ഥതയോടുകൂടി സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരെ പോലും അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും ദണ്ഡുപയോഗിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തി കളയാം എന്ന് വിചാരിക്കുമ്പോൾ അവിടെ നിന്ന് ഉയരുന്ന മർദ്ദിതരുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കും. വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു പിതാവ് വേണ്ടാത്തത് കൊണ്ടല്ല സ്വന്തം മകളെ മറ്റൊരു ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നത്. 18 വയസ്സ്, 19 വയസ്സ്, 20 വയസ്സ് വരെ ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കി അവൾ ചോദിക്കുന്ന മഹർ നൽകി അവളെ വീട്ടിലേക്ക് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ സംരക്ഷിച്ചു കൊള്ളാം നിങ്ങളുടെ മകളെ എന്ന് പറഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോ രണ്ടുപേരും കൈകൊടുത്ത് ആലിംഗനം ചെയ്ത് ഒരുപാട് ഫോട്ടോ സെഷനുകളിൽ മാറി മാറി നിന്ന് അവസാനം വീട്ടിലേക്ക് കൊണ്ടുവന്ന് സ്വസ്ഥത നൽകാത്ത, സമാധാനം നൽകാത്ത, ശാന്തി നൽകാത്ത, ഒരു പുരുഷനിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങളൊന്നും നൽകാതെ നിറത്തിന്റെ പേരിൽ, സ്വർണം കുറഞ്ഞതിന്റെ പേരിൽ, തറവാടിന്റെ പേരിൽ, ഇവനുള്ള ദേശത്തിന്റെ പേരിൽ ആ പെണ്ണിന്റെ മുഖത്തടിച്ചും അവളെ മർദ്ദിച്ചും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സ്വപ്നങ്ങളെയും തകർക്കുന്ന ഭർത്താക്കന്മാരെന്ന് പറയുന്ന ക്രൂരന്മാർ, അവർക്കെതിരെ ആ ഭാര്യ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ലൈസ ബൈനഹാ വ ബൈനല്ലാഹി ഹിജാബുൻ, ആ പ്രാർത്ഥനയ്ക്കും അല്ലാഹുവിനും ഇടയിൽ മറയില്ല. അതാണ് ദുർബലൻ എന്ന് പറഞ്ഞത്. ദുർബലൻ, സ്ത്രീ ദുർബലയാണ്. തിരിച്ചും അതുപോലെ തന്നെ ഒന്നും പരിഗണിക്കാതെ
ദീൻ മാത്രം ഉണ്ട് എന്ന് വിചാരിച്ച്, ദീനുള്ള ഒരു കുടുംബമാണ് എന്ന് വിചാരിച്ച് ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് 2-3 ദിവസം കഴിഞ്ഞ് ഭാര്യയുടെ ഭർത്താവിന്റെ യാതൊരു നിർദ്ദേശങ്ങളും അനുസരിക്കാതെ വലിയ പ്രയാസത്തിൽ ഒരു പുരുഷന്റെ ബിസിനസ് വരെ തകർന്നു പോകുന്ന തരത്തിലുള്ള സങ്കടത്തിലേക്ക് ഒരു ഭർത്താവിനെ കൊണ്ടെത്തിക്കുന്ന ഭാര്യ, ആ ഭർത്താവിൽ നിന്നുയരുന്ന പ്രാർത്ഥന, ലൈസ ബൈനഹാ വ ബൈനല്ലാഹി ഹിജാബുൻ, ആ പ്രാർത്ഥനയ്ക്കും അല്ലാഹുവിനും ഇടയിൽ മറയില്ല. ദുർബലരുടെ പ്രാർത്ഥന അത് ശ്രദ്ധിക്കണം. ഓഫീസുകൾ, സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ ആർക്കാണോ സ്വാധീനമുള്ളവൻ സ്വാധീനമില്ലാത്തവനെ അടക്കി ഭരിക്കുന്നു. നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വേദഗ്രന്ഥങ്ങളുടെ പേരിൽ, വേഷത്തിന്റെ പേരിൽ അധികാര ദണ്ഡുപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ ക്രൂരമായി നിഷ്കാസനം ചെയ്യുന്ന, മനുഷ്യരുടെ മേൽ സ്വേച്ഛാധിപത്യം പുലർത്തുന്ന അതിനെതിരെയുള്ള പ്രാർത്ഥന, ലൈസ ബൈനഹാ വ ബൈനല്ലാഹി ഹിജാബുൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന, തുഹ്മലു ഫൗകൽ ഗമാം, അത് മേഘങ്ങളുടെ മുകളിലേക്ക് ഉയരും. വതുഫ്തഹു ലഹാ അബ്വാബുസ് സമാ, ആകാശ കവാടങ്ങൾ തുറന്നുകൊണ്ടത് പോകും. വയഖൂലു റബ്ബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വഇസ്സതി, എന്റെ പ്രതാപത്തിൽപ്പെട്ടതാണ്, ലഅൻസുറന്നക വലൗ ബഅദ ഹീനിൻ, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഈ ദുർബലരെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും. ലഅൻസുറന്നക വലൗ ബഅദ ഹീനിൻ, കുറച്ച് വർഷങ്ങളോ കുറച്ച് മാസങ്ങളോ കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, ഈ ദുർബലരെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ, ദുർബലന്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ലൈസ ബൈനഹാ വ ബൈനല്ലാഹി ഹിജാബുൻ, അതിനും അല്ലാഹുവിനും ഇടയിൽ യാതൊരു മറയുമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ആരെങ്കിലും ഇങ്ങനെ വിഷമിപ്പിക്കുന്നു, നമ്മുടെ അധികാരം, നമ്മുടെ പണം, നമ്മുടെ സ്വാധീനം, ഇതൊക്കെ വെച്ച് നമ്മൾ ആരെയെങ്കിലും ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ചില ആളുകൾക്ക് വേണ്ടിയൊക്കെ ഞാൻ നാളെ പരലോകത്ത് അല്ലാഹുവിനോട് വാദിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ വാദിക്കും. ചില മനുഷ്യർക്ക് വേണ്ടി റബ്ബിനോട് അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ വാദിക്കും. റജുലുൻ അഅ്താ ബി തുമ്മ ഗദറ, എന്റെ പേര് പറഞ്ഞു, ഇസ്ലാമിന്റെ പേര് പറഞ്ഞ്, അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കുന്ന മനുഷ്യന്മാർ, അവർക്കെതിരെ ഞാൻ അള്ളാഹുവിന്റെ കോടതിയിൽ വാദിക്കും. വല്ലാഹി, സത്യം, പടച്ചോനാണ്, ദീനുൽ ഇസ്ലാമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യരുണ്ടല്ലോ ദീൻ പറഞ്ഞുകൊണ്ട് ശരിയാക്കുന്ന മനുഷ്യന്മാരെ ഞാൻ വാദിക്കും. അടിമ കാലഘട്ടമാണ്, സ്വതന്ത്രനെ വിറ്റ് അതിന്റെ പണം വാങ്ങുന്നവർ. ഒരു മനുഷ്യനെ ജോലിയെടുക്കാൻ വേണ്ടി വിളിച്ചു, അയാൾ അയാളുടെ ജോലി മുഴുവൻ ചെയ്തു, പക്ഷേ വലം യുഅ്തിഹി അജ്റഹു, അയാളുടെ കൂലി നൽകാത്തവർ. ഇതൊക്കെ ചില വീക്ക്നെസ്സുകളാണ്. മനുഷ്യർക്ക് പല വീക്ക്നെസ്സുകൾ ഉണ്ടാവും. ചില ആളുകൾ ഒരു പക്ഷെ 50,000 രൂപ സംഭാവന നൽകുന്നു, പക്ഷെ വീട്ടിൽ ഒരാൾ പണിക്ക് വന്നു, അയാൾ ഒരു മരത്തിന്റെ മുകളിൽ കയറി, അയാൾ അതിന്റെ എല്ലാ ശിഖരങ്ങളും വെട്ടിമാറ്റി, അല്ലെങ്കിൽ അയാൾ തുമ്പ ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ വൃത്തിയാക്കി. എത്രയാ കൂലി? 900 രൂപ. അവിടെ ഒരു 200 രൂപ കുറച്ചിട്ടില്ലെങ്കിൽ അയാൾക്കൊരു സമാധാനം കിട്ടില്ല. അങ്ങനെ പാരമ്പര്യമായി കൈമാറി പോകുന്ന ഒരു സംഗതി. എന്താ, മൂത്താപ്പ അങ്ങനെ കുറച്ചിനി, വല്യാപ്പ അങ്ങനെ കുറച്ചിനി, അങ്ങോട്ട് ആ 200 കൊടുക്കാൻ ഒരു മടി പറ്റൂല. എല്ലാത്തിനൊന്നും മടിയില്ല, സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, സ്വതക്ക കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഇതിങ്ങനെ കണക്ക് വെച്ചുകൊണ്ട് പറഞ്ഞ് എങ്ങനെങ്കിലും ഒരു 500 രൂപ കുറഞ്ഞോ സമാധാനം, ഈ 500 രൂപ അപ്പുറത്തേക്ക് കൊടുക്കും, പറ്റൂല. അയാളുടെ വിയർപ്പ് പറ്റുന്നതിന്റെ മുൻപ് അയാൾക്ക് കൂലി കൊടുക്കണം. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നിങ്ങൾ ഒരാളെ കൂലിക്ക് വിളിച്ചു, അയാളുടെ ശമ്പളം പറഞ്ഞു, അയാളുടെ കൂലി പറഞ്ഞു, അയാൾ ജോലി പൂർണ്ണമായി നിർവഹിച്ചു, അത് അയാൾക്ക് നൽകിയിട്ടില്ലെങ്കിൽ അനഹസ്മുഹും യൗമൽ ഖിയാമ, അയാൾക്ക് വേണ്ടി റബ്ബിന്റെ മുൻപിൽ ആ നൽകാത്തവനെതിരെ ഞാൻ വാദിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. അതാണ് ദുർബലൻ എന്ന് പറഞ്ഞത്. അതാണ് ദുർബലൻ എന്ന് പറഞ്ഞാൽ, ദുർബലർക്ക് വേണ്ടി സംസാരിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന മതം. ഇതാണ് മറ്റൊന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലാത്തു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിന്ന,
3 പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. ലാ ശക്ക ഫീഹിന്ന, അതിൽ യാതൊരു സംശയവുമില്ല. ഒന്ന് ദഅവത്തുൽ മദ്ലൂം, മർദ്ദിതന്റെ പ്രാർത്ഥന. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. കാരണം യാത്ര എന്നത് തന്നെ ഒരു ക്ലേശമാണ്, ഒരു പ്രയാസമാണ്. അതിനിടയിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. മറ്റൊന്ന് വദഅവത്തുൽ വാലിദി അലാ വലദിഹി, മാതാപിതാക്കൾ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. മാതാപിതാക്കൾ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കും. മക്കളായ നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു സംഗതി, ഒരു വിധം മാതാപിതാക്കൾ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കൂല, പ്രാർത്ഥിക്കാനും പാടില്ല. അപ്പൊ അതാണ് മാതാവും പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ. അപ്പൊ മക്കളുടെ നന്മക്ക് വേണ്ടി ബാപ്പയും ഉമ്മയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അങ്ങനെയാണല്ലോ. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ പ്രാർത്ഥനയുടെ വലിയ ഒരു കവാടമാണ് അടഞ്ഞു പോകുന്നത്, വലിയ ഒരു കവാടം അടഞ്ഞുപോയി പിന്നെ മക്കൾക്ക്. അപ്പൊ അവര് ജീവിച്ചിരിക്കുന്ന കാലം എന്നത് അത്രത്തോളം സന്തോഷത്തിന്റെ കാലമാണ്. അവരുടെ സംതൃപ്തിയും അവരുടെ ജീവിതത്തിലേക്ക് എത്ര നന്മ ചെയ്തു കൊടുക്കാൻ കഴിയുന്നുവോ അത്രയും നന്മ ചെയ്തു കൊടുക്കാനുള്ള മത്സരവുമാണ് മക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.